എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ വിൻസ്മോക്ക് ആൾക്കാണെങ്കിൽ ആളുടെ വിഷമവും സങ്കടവും ഒന്നും സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയാണ്. തന്റെ മകൻ സാഞ്ചിയുടെ കല്യാണം അത് അടിപൊളിയാക്കാനും ബിഗ് മോമുമായിട്ട് ഒരു വലിയ ബന്ധം ക്രിയേറ്റ് ചെയ്യാനുമാണ് ആൾ ഇതിനെല്ലാം തന്നെ സംഭവിച്ചത്. പക്ഷെ ഇത്രയും വലിയൊരു ചതിയിൽ ഇത്രയും പെട്ടെന്ന് വിൻസ്മോക്കും ആളുടെ മക്കളും ചെന്ന് വീഴുമെന്ന് ആൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിൻസ്മോക്കിനാണെങ്കിൽ അത് താങ്ങാൻ കഴിയാതെ ആൾ വീണ്ടും വീണ്ടും അങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടേയിരിക്കും. അതേസമയം വിൻസ്മോക്കിന്റെ മക്കള് അവർക്കാണെങ്കിൽ ഇപ്പോഴും കാര്യത്തിന്റെ ഗൗരവമൊന്നും മനസ്സിലായിട്ടില്ല. അവരങ്ങനെ ക്യാഷ്വലായിട്ട് വമ്പൻ ആറ്റിറ്റ്യൂഡിൽ സിമ്പിളായിട്ടിരിക്കും. അവരുടെ ഓരോരുത്തരുടെയും തലയിൽ 2 ഗണ്ണ് വീതം പോയിന്റ് ചെയ്തിരിക്കുകയാണ്. വിൻസ്മോക്കിന്റെ മാത്രം തലയിൽ 3 ഗണ്ണ്. ചാഞ്ചി ആണെങ്കിൽ ഫുൾ കലിപ്പിൽ ചുറ്റും നോക്കും. അവന്റെ ഒരേ ഒരു ലക്ഷ്യം എത്രയും വേഗം അവന്റെ പപ്പയെയും ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും അവരെ മോചിപ്പിച്ച് അവിടുന്ന് പറഞ്ഞയക്കുക എന്നതാണ്. അതിനുവേണ്ടി അവൻ അവരുടെ നേർക്ക് വരും. പക്ഷെ അപ്പോഴേക്കും കയ്യിൽ ആയുധങ്ങളൊക്കെ ഏന്തിയ 2-3 വില്ലന്മാര് അവരങ്ങനെ സ്റ്റൈലായിട്ട് സാഞ്ചിയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. സാഞ്ചിയുടെ തൊട്ടു പുറകില് മറ്റൊരു വില്ലനും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സീസർ ആണെങ്കിൽ ആരുടെയും കണ്ണിൽ പെടാതെ നൈസായിട്ട് ആ മിറർ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കും. അതുപോലെ തന്നെ ബ്രൂലിയാണെങ്കിൽ നിസ്സഹായയായി പൊട്ടിക്കരയും. അവളുടെ കൈയും കാലും ഒക്കെ നമ്മുടെ ആൾക്കാർ കെട്ടിവെച്ചിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി ബ്രൂലിയുടെ സഹായത്തിലാണ് നമ്മുടെ ആൾക്കാർ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. സോ ഇതിനെല്ലാം ശേഷം ബിഗ് മോം അവൾ വെറുതെ വിടില്ല എന്ന് അവൾക്കിപ്പോൾ നന്നായിട്ട് അറിയാം. ബ്രൂലി ആണെങ്കിൽ സീസറിനോട് തന്നെ അഴിച്ചുവിട് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അതിന് സീസർ അവൻ ടെൻഷനായി, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനും നിന്നെ പോലെ ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. എൻ്റെ ഹാർട്ട് അതുപയോഗിച്ചാണ് അവരിതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ആയി എൻ്റെ ഹാർട്ട് അത് തിരികെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ എനിക്ക് വേറെ വഴിയില്ല. അതെനിക്ക് തിരികെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണെന്ന് ഇവരെല്ലാവരും തിരിച്ചറിയുമെന്ന് പറഞ്ഞ് അവൻ നൈസായി മുകളിലൂടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് ചെക്ക് ചെയ്യും. ഒരു ഭാഗത്ത് ഒരുപാട് പേര് ചേർന്ന് ലൂഫിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ലൂഫിയുടെ ക്ലൗൺസ് ആണെങ്കിൽ അവിടെ മുഴുവൻ ഓടി നടക്കുന്നുണ്ട്. പക്ഷെ അവർ കരുതിയതുപോലെയും പ്ലാൻ ചെയ്തതുപോലെയും ബിഗ് മോമിന് യാതൊരു കുലുക്കവുമില്ല. അവളുടെ അമ്മയുടെ ഫോട്ടോ തകർന്നിട്ടും അത് കണ്ട് അവൾ ഷോക്കായിട്ടില്ല. കട്ട് ചെയ്ത ലൂഫി ആണെങ്കിൽ ആ വില്ലന്മാരെ എല്ലാം തട്ടി താഴെയിട്ട് ആ തകർന്ന ഫോട്ടോ അതുമായിട്ട് ബിഗ് മോമിന്റെ നേരെ ഓടുകയാണ്. മോമിന് അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ഷോക്ക് സംഭവിച്ചുകൊണ്ട് തന്നെ അവൾക്ക് എന്തിനു റിയാക്ട് ചെയ്യണമെന്ന് അറിയാതെ അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എത്രയും വേഗം ബിഗ് മോമിന്റെ മുൻപിലേക്ക് പോയി ആ പൊട്ടിയ അവളുടെ അമ്മയുടെ ചിത്രം അത് വീണ്ടും അവളുടെ മുൻപിലിട്ട് ഉടയ്ക്കാനാണ് അവന്റെ ശ്രമം. ഇത് കണ്ട് ആ കട്ടകുറി വില്ലൻ അവനാണെങ്കിൽ ലൂഫിയെ തടയാൻ ലൂഫിയുടെ അടുത്തേക്ക് വരും. ഉടനെ കപ്പോംസും ആളുടെ 2 അസിസ്റ്റൻസും ഇപ്പൊ കട്ടകുറിയുടെ മുൻപിലേക്ക് വരും. കട്ടകുറിക്കാണെങ്കിൽ കപ്പോംസിന്റെ നിൽപ്പും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ അവരെ ചീറ്റ് ചെയ്തെന്ന്. സോ അവനാണെങ്കിൽ ഞൊടിയിടയിൽ ഫ്യൂച്ചർ നോക്കാൻ തുടങ്ങും. ഫ്യൂച്ചറിൽ കപ്പോംസ് ആണെങ്കിൽ അവനെ നിർത്താതെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ കട്ടകുറിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. അവൻ ആ ബുള്ളറ്റ്സ് എല്ലാം അവന്റെ ബോഡിയിൽ നിന്ന് ഇജക്ട് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവന്റെ കൈ അങ്ങനെ നീട്ടി ബിഗ് മോമിനെ ആ ഫോട്ടോ കാണിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട ആ ഓവൻ വില്ലൻ അവൻ ലൂഫിയുടെ കൈ അതങ്ങനെ ഉരുക്കുകയാണ്. കൈ ഒരുപാട് വേദനയില് ലൂഫിയുടെ കയ്യിലുണ്ടായിരുന്ന ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോ അത് താഴേക്ക് വീഴും. ഉടനെ ബ്രൂക്ക് ആണെങ്കിൽ ആ ഓവൻ വില്ലനെ അവന്റെ ഐസ് പവർ ഉപയോഗിച്ച് അങ്ങനെ ഫ്രീസ് ചെയ്ത് നിർത്തുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ വില്ലന്റെ കയ്യിലുണ്ടായിരുന്ന ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോ അതെടുത്ത് ലൂഫിയുടെ കയ്യിൽ കൊടുക്കും. അവൻ വീണ്ടും അവൻ ആ ഫോട്ടോയായിട്ട് ചാടി ഓടുകയാണ്. ഇവിടെ ആ ഓവൻ വില്ലൻ അവൻ ബ്രൂക്ക് ക്രിയേറ്റ് ചെയ്ത ആ ഐസ് ലോക്ക് അതങ്ങനെ ഉരുക്കി കളയാണ്. അതിനുശേഷം പക്ഷെ ആ വില്ലനാണെങ്കിൽ ബ്രൂക്കിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബ്രൂക്കിന് വെറും സ്കെൽറ്റൻ മാത്രമാണ് ഉള്ളത്. അതേസമയം കട്ടകുറി ആണെങ്കിൽ നാക്ക് നീണ്ടവനോട് അവന്റെ ഒപ്പം വരാൻ പറയും. അതിനുശേഷം ആ വിൻസ്മോക്ക് ഫാമിലിയെ അവരെ എത്രയും വേഗം കൊന്ന് തള്ളാനായിട്ട് പറയുകയാണ്. അവനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. വിൻസ്മോക്ക് ആണെങ്കിൽ വീണ്ടും അവന്റെ വിധിയെ ഓർത്ത് തലയ്ക്ക് കൈ കൊടുക്കും. ആളുടെ മക്കൾ ഒരുപാട് തവണ ആളെ നിർബന്ധിച്ചതാണ് ആ ഒരു കോട്ട് അതെങ്കിലും അവർക്ക് ഉപയോഗിക്കാമെന്ന്. പക്ഷെ വിൻസ്മോക്ക് അദ്ദേഹം അന്ധമായിട്ട് ബിഗ് മോമിനെ വിശ്വസിച്ച് അതിന്റെ അകത്തേക്ക് കടന്നു വന്ന് ഇപ്പോ മരണത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഇവിടെ സാഞ്ചി അവൻ വിൻസ്മോക്കിനെയും ബ്രദേഴ്സിനെ രക്ഷിക്കാനായിട്ട് മുൻപിൽ കണ്ടതും കയ്യിൽ കിട്ടിയതുമായ വില്ലന്മാരെ എല്ലാവരെയും തല്ലി കൊന്ന് മുൻപോട്ടേക്ക് വരും. സാഞ്ചിയുടെ കഷ്ടപ്പാടും ഡിറ്റർമിനേഷനും അവരെ രക്ഷിക്കാനുള്ള അവന്റെ ത്വരയൊക്കെ കണ്ട് റേച്ചുവിന് വല്ലാത്തൊരു കുറ്റബോധവും അവനോട് കൂടുതൽ സ്നേഹവും തോന്നും. കാരണം എല്ലാവരും അവനെ ചെറുപ്പം മുതലേ ഉപദ്രവിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ മനസ്സിലെ സ്നേഹം എന്ന ഇമോഷൻ അതാണ് അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അവളത് ചിന്തിക്കുന്ന ഒരു സമയം കൊണ്ട് ഒരുപാട് വില്ലന്മാര് സാഞ്ചിയെ കണ്ണൊക്കെ ആയിട്ട് റൗണ്ട് ചെയ്യുകയാണ്. ഇവിടെ ആ നാക്ക് നീട്ടിയ വില്ലൻ അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ എല്ലാം ഇപ്പൊ നിർദ്ദേശം കൊടുത്ത് അവര് ചെയ്യാനായിട്ട് അങ്ങനെ ട്രിഗറിൽ വിരൽ അമർത്തുകയാണ്. അത് കണ്ട് സാഞ്ചി
സാഞ്ചി അവൻ ഷോക്കായിട്ട് അവരെ തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ലൂഫിയുടെ ക്ലൗൺസുകളെ കാണിക്കും. അവറ്റകളാണെങ്കിൽ ആ കല്യാണത്തിന് വന്ന ഒരുപാട് പേരെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. നാമിയാൻ ടീമിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ലൂഫിക്ക് അറിയാം ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോ അത് അവളെ കാണിച്ചാൽ മാത്രമേ അവരുടെ പ്ലാൻ അത് വർക്കൗട്ട് ആവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നോക്കാതെ ബിഗ് മോമിനെ മാത്രം ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടും. അതേസമയം ഇവിടെ കട്ടകുറി അവൻ ലൂഫി ബിഗ് മോമിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി ഇപ്പൊ ലൂഫിയുടെ പിന്നാലെ പോവും. ആ വില്ലനാണെങ്കിൽ അവന്റെ കാല് നീട്ടി ജെല്ലി പവർ ഉപയോഗിച്ച് ലൂഫിയെ പിടിക്കാനായിട്ട് ശ്രമിക്കും. അത് കണ്ട പെട്രോ അവൻ എടുത്തു ചാടി ആ വില്ലന്റെ കാലിൽ ആഞ്ഞു വെട്ടുകയാണ്. പെട്രോ ലൂഫിയോട് പറയും, ലൂഫി നീ മറ്റൊന്നും ചിന്തിക്കണ്ട, എത്രയും വേഗം ആ തകർന്ന ഫോട്ടോ അത് ബിഗ് മോമിനെ കാണിച്ച് അവളുടെ കൺട്രോള് അത് നീ കളയണം. പക്ഷേ ആ വില്ലനാണെങ്കിൽ കപ്പോംസിനെ തട്ടിത്തെറിപ്പിച്ച് ലൂഫിയുടെ പിന്നാലെ ഓടുകയാണ്. ജിംബയാണെങ്കിൽ അവിടേക്ക് വന്ന് വില്ലന്റെ ബോഡിയിൽ ആഞ്ഞു പഞ്ച് ചെയ്യും. പക്ഷെ അവന്റെ ജെല്ലി പവറിൽ ജിംബയും പെട്ടുപോകും. വില്ലനാണെങ്കിൽ വീണ്ടും ലൂഫിയുടെ പിന്നാലെ തന്നെ വരുമ്പോഴായിരിക്കും കപ്പോംസ് അവന്റെ ഗണ്ണുമായിട്ട് വില്ലന്റെ മുൻപിലേക്ക് വരിക. വില്ലൻ കപ്പോംസിനെ തട്ടിത്തെറിപ്പിച്ച് ലൂഫിയെ പിടിച്ചു വലിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ കഥാനായകനാണ്. അവൻ നൈസായിട്ട് അവന്റെ കൈ അങ്ങനെ നീട്ടി ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോ അത് അവളുടെ തൊട്ട് മുൻപിൽ വെച്ച് തന്നെ വീണ്ടും തകർത്തെറിയാണ്. അത് കണ്ട ബിഗ് മോം ആണെങ്കിൽ ആ പൊട്ടിപ്പോയ കഷ്ണങ്ങൾ ചേർത്ത് പിടിക്കും. കട്ടകുറി വില്ലനാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവൻ നോ മമ്മി ഒരിക്കലും കൺട്രോൾ വിട്ട് പെരുമാറരുതെന്ന് പറയും. പക്ഷെ അപ്പോഴേക്ക് ഇമോഷണലായ നമ്മുടെ ബിഗ് മോം അവൾ നിലവിളിച്ച് ഹോക്കി പവർ പുറത്തേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും കപ്പോംസ് കൊടുത്ത ആ ഇയർബഡ് അത് ചെവിയിലേക്ക് തിരികെ വെക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ശബ്ദത്തിലും പവറിലും അഫക്റ്റഡ് ആവില്ല. ഇവിടെ വിങ് സ്മോക്ക് ഫാമിലിക്ക് നേരെ തോക്ക് ചൂണ്ടിയവരും സാഞ്ചിയെ ലോക്ക് ചെയ്തവരും അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ബോധം പോയി താഴേക്ക് വീഴുകയാണ്. പാരറ്റ് ആണെങ്കിൽ ഓടി വന്ന് വിങ് സ്മോക്ക് ഫാമിലിയുടെ ചെവിയിലും ഒരു ഇയർബഡ് അത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ അവരും ആ ഒരു പവറിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. സാഞ്ചി ആ ടേബിളിൽ ആഞ്ഞടിച്ച് അവരെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലോക്ക് അങ്ങനെ മുഴുവനായിട്ടും തകർത്ത് അവരെ ഫ്രീ ആക്കുകയാണ്. അതിനുശേഷം വിങ് സ്മോക്ക് ഫാമിലിയുടെ കോട്ടുകൾ അത് അവർക്ക് തന്നെ തിരികെ കൊടുക്കുകയാണ്. ഇവിടെ വിൻസ്മോക്ക് ആളാണെങ്കിൽ ആകെ മൊത്തം തകർന്ന് കരയാനായിട്ട് തുടങ്ങും. കാരണം ആളേത് മകനാണോ സ്പോയിലായത് ആയത് എന്ന് ചിന്തിച്ചത് ആ മകൻ കാരണമാണ് ഇപ്പൊ ആളും ആളുടെ ഫാമിലിയും സേഫ് ആയത്. ഇതാ അടുത്ത മിഷൻ അത് കപ്പോംസിന്റെയും ടീമിന്റെയുമാണ്. ഇവിടെ ബിഗ് മോം അവൾ നിലവിളിച്ച് ടയർഡായി മുട്ടുകുത്തി നിലത്തിരിക്കുകയാണ്. അവളുടെ മുട്ടിലൂടെ ഒരുപാട് ബ്ലഡ് അത് പുറത്തേക്ക് ഒഴുകും. അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അവൾ വീക്കായി കഴിഞ്ഞുവെന്ന്. ഇനി ഒട്ടും സമയം കളയാനില്ല. റോക്കറ്റ് ലോഞ്ചർ വെച്ച് അവളെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവര് അവളുടെ അടുത്തേക്ക് ഓടി അടുക്കും. ബിഗ് മോമിന്റെ മക്കളെല്ലാം ആ കാഴ്ച കണ്ട് ഷോക്കാവുകയാണ്. അവർ കപ്പോംസിനെ വിളിച്ച് ഒരുപാട് ചീത്ത വിളിക്കാനും നിലവിളിക്കാനൊക്കെ തുടങ്ങും. കപ്പോംസ് നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് നേരെ തിരിയും. ഞങ്ങളുടെ അമ്മയെ തൊട്ടു പോകരുത്, തൊട്ടാ നീ വിവരം അറിയുമെന്ന് പറയും. പക്ഷെ അവർക്കാണെങ്കിൽ ആ ഒരു പവറിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് അവരുടെ അമ്മയെ സഹായിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബിഗ് മോമിനെ കാണിക്കും. ബിഗ് മോം ആണെങ്കിൽ അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവസാനമായിട്ട് അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ച് അങ്ങനെ കടന്നുപോയ ആ രംഗം അതങ്ങനെ ഓർത്ത് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.